സൈഡ് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നേരെ നോക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ ഈ വാഹനം നേരെ പോയി കഴിഞ്ഞാൽ ആ വാഹനത്തിൽ തട്ടും. ഞാൻ പലരോടും പറയാറുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സെന്റർ നോക്കാതെ സ്വല്പം ഇങ്ങോട്ട് മാറ്റി വെച്ച് ഒരു ജഡ്ജ്മെന്റ് എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കാരണം പലരുടെ നീളങ്ങൾ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ വ്യത്യസ്തമാണ്. അപ്പൊ പലരും നീളം നമ്മൾ ഇങ്ങനെ നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ, അതുപോലെ താന്നിരുന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടും ആകും വണ്ടിയുടെ ആ ഒരു വിഷ്വൽ കിട്ടുക. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യും, സെന്റർ വെച്ച് നിങ്ങൾ ഓടിക്കാതെ സ്വല്പം ഇങ്ങോട്ട് മാറ്റി വെച്ച് ഒരു ജഡ്ജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ചെയ്ത് എന്ത് ചെയ്യാം, വാഹനം തട്ടാതെ തന്നെ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരെന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്ത ശേഷം പ്രാക്ടീസിന് പോയതല്ല, പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാര് വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, എന്റെ ജില്ലയിൽ വരുമോ, എന്റെ ജില്ലയിൽ വരുമോ എന്ന്. ഞങ്ങളുടെ സ്വന്തം വാഹനത്തിലാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലയുടെ ഇടയിലുള്ള കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും ഇവിടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും.